നവംബർ മാസം 17-ാം തീയതി പ്രാർത്ഥനകളുടെ 8-ാം ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 8 ദിവസങ്ങൾ ദൈവം നമ്മളെ സഹായിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും മതിലുകൾ പണിയുക എന്ന രാഷ്ട്രീയത്തിൽ ഇൻ ക്രൈസ്റ്റ് ഫാമിലി ഈ നവംബർ മാസം ഡിസംബർ മാസവും പ്രാർത്ഥനയിലായിരിക്കുന്നു. 52 ദിവസത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി. പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകന്മാരുടെ ഇൻ ഹൗസ് മിനിസ്റ്റേഴ്സായ പലർ നിങ്ങളെ രാത്രി യോഗങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതിൻ്റെ ബാക്കിയായിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സഭയാണ് തുയതൈരയിലെ സഭ എന്ന് പറഞ്ഞ് 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധീകരിച്ചിരിക്കുന്ന സഭ. ഒരു പക്ഷെങ്കിൽ ഏറ്റവും അധികം വാക്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സഭയാണ്, അല്ലെങ്കിൽ ചർച്ചിന്റെ ഇഷ്യൂ ആണ് തുയതരയിലെ സഭ. തുയതരയിലെ സഭയെ കുറിച്ച് ഒറ്റ വാക്കിൽ ആ ചർച്ചിനൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ കറപ്റ്റഡ് ചർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി കറപ്റ്റഡ് ആയ പെർഗമോസിലെ സഭ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോംപ്രമൈസിങ് സഭയായിരുന്നു. അത് കോംപ്രമൈസ് ചെയ്യുന്നേ ഉള്ളായിരുന്നു. പക്ഷേ തുയതൈരയിലെ സഭയിലേക്ക് വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി കറപ്റ്റഡ് ആയി പോയ ഒരു സഭയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിശാച് വളരെ കംപ്ലീറ്റ് പർപ്പസിൽ നിന്ന് മാറിപ്പോയി. കണ്ണ് കുരുടാക്കി കളഞ്ഞു. ആ ട്രാക്കിൽ നിന്ന് ഔട്ടായിപ്പോയി. അതിനകത്ത് ദുർനടപ്പ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്ന പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ലോകത്തിൽ നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചർച്ചിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നോക്കുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും തൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ജസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിച്ചിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ജസബേൽ എന്ന് പറയുന്ന സ്ത്രീ ആണെങ്കിൽ പോലും നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ ദിസ് ഈസ് എ സ്പിരിറ്റ്. ജസബേൽ സ്പിരിറ്റ് ആണ്. പഴയ നിയമത്തിനകത്ത് നമുക്ക് രാജകുമാര പുസ്തകത്തിൽ കാണാൻ പറ്റും. ആഹേബ് അതിന്റെ ഭാര്യ എന്ന് പറയുന്നതിനേക്കാൾ അതൊരു ഡിസീവിങ് സ്പിരിറ്റ് ആണ്. പതിയെ 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 നമ്മളെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു സ്പിരിറ്റ് ആണ് ജസബേൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ജസബേൽ സ്പിരിറ്റ് ഒരു ചർച്ചിനകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ മാനിപ്പുലേഷൻ നടക്കും. മാനിപ്പുലേഷൻ എന്ന വാക്കിന്റെ മലയാള അർത്ഥം എന്താ? ചൂഷണം ചെയ്യും. വിശ്വാസത്തെ ചൂഷണം ചെയ്യും. അവരുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യും. പിന്നെ ഈ ജസബൽ സ്പിരിറ്റിന്റെ അടുത്തൊരു പ്രത്യേകത ഭയങ്കര കൺട്രോളിങ് സ്പിരിറ്റ് ആയിരിക്കും. നമുക്ക് ചർച്ചിനകത്ത് തന്നെ പലരിലും ഇത് കാണാൻ പറ്റും. ആ കൺട്രോളിങ് സ്പിരിറ്റ് ആളുകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അവരെ ഗൈഡ് ചെയ്യുകയല്ല, അവരെ ലീഡ് ചെയ്യുകയല്ല. rather than leading and guiding, they are controlling. അവരായിരിക്കും ആ സ്റ്റിയറിംഗ് പിടിച്ച് എല്ലാവരുടെയും വീടിനകത്ത് കയറി അനാവശ്യമായി ഇടപെട്ട് ഓരോരുത്തരുടെ ലൈഫിന് അനാവശ്യമായി കയറി ഇടപെട്ട് അവർക്ക് തന്നെ കയറേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടിച്ചു കയറിപ്പോയി കൺട്രോൾ ചെയ്യും. അപ്പം അത് ഈ ചർച്ചിനകത്തുണ്ട്, കൺട്രോളിങ് സ്പിരിറ്റ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ജസബേൽ സ്പിരിറ്റിന്റെ ഒരു പ്രത്യേകതയാണ് ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി. ജസബേൽ സ്പിരിറ്റിനകത്തു നിന്നാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സായില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമാരുടെ വ്യഭിചരിക്കുന്നവരെ അവരുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ ഞാൻ വലിയ കഷ്ടത്തിലുമാക്കി കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെ ആരായുന്നവരെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്തോ വലിയ വാണിംഗ് അവിടെ കിട്ടുന്നത്. നമ്മൾ പേടിച്ചു പോകുന്ന നിലയിലാണ്. പുതിയ നിയമത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഒരു ഗ്രേസും ഇല്ല. നമ്മൾ ബാക്കിയെല്ലാം പോട്ടെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ റെവലേഷനിൽ വരുമ്പോൾ ഗ്രേസ് ഇല്ലാതെ ആ പെർഗമോസിലെ സഭ കംപ്ലീറ്റ്ലി കറപ്റ്റഡ് ആയി പോയൊരു സഭയാണ്. അപ്പൊ നമുക്ക് കർത്താവ് തന്നെ പറയുന്നില്ലേ, വിശ്വാസത്തിൽ കുറഞ്ഞവരായി ഇവരെ
നിങ്ങൾ തെറ്റിക്കുന്നെങ്കിൽ നിന്റെ കഴുത്തിൽ തിരികല്ല് അതെ 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 കെട്ടി സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടില് കൊണ്ടുവന്ന് ഇടുന്നതാണ് നല്ല എന്നുള്ളൊരു അതെ അതെ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു ഏറ്റവും ചെറിയൊരു വിശ്വാസിക്ക് ഇടർച്ചയുണ്ടായാൽ, മനസ്സിലാവുന്നുണ്ടോ? സത്യത്തിൽ ഈ എന്തുകൊണ്ടായിരിക്കും ജെസബേൽ സ്പിരിറ്റ് ഒരു ചർച്ചിനകത്ത് വ്യാപരിക്കുമെന്ന് ചോദിച്ചാൽ, ഹോളി സ്പിരിറ്റിന് ഒരു പൂർണ്ണ നിയന്ത്രണം ഇല്ലാതെ വരുമ്പോഴാണ് ജെസബേൽ സ്പിരിറ്റ് ചർച്ചകൾക്കകത്ത് വ്യാപരിക്കുന്നത്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും വളരെ ആത്മാർത്ഥമായ ദൈവത്തിൽ നിന്നുള്ള അന്വേഷണം നിൽക്കെ പെട്ടെന്ന് പതിയെ എവിടേക്കോ കർത്താവ് എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നില്ല എന്നൊരു സംഭവം വരുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തില് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നൊരു അനുഭവം നിൽക്കെ അതിന് ഒരുക്കം ഉണ്ടാവാതെ ഞാൻ ഈ പ്രാർത്ഥിച്ചതിനൊന്നും ഫലം കിട്ടുന്നില്ല, അതുകൊണ്ട് ലൗകികമായി അല്ലെങ്കിൽ ആത്മീയമായി ചിന്തിക്കേണ്ടതിന് പകരം ആത്മീയമായി കാര്യങ്ങള് നോക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിന് പകരം ജഡീകമായി ജഡത്തിൽ നിന്നുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ മുൻ പരിചയങ്ങളും ലോകപരമായ പല കാര്യങ്ങൾ ഡീൽ ചെയ്തുള്ള പരിചയത്തിൽ നിന്ന് ആത്മീയ കാര്യങ്ങളെ ഡീൽ. അതുപോലെ തന്നെ ജെസബേൽ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യുന്നത് ഈ പുതിയ വിശ്വാസികളെയാണ്. പുതിയ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ ആവശ്യവുമായിട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർക്കൊരു ദൂത് കേൾക്കണം എന്ന് ആഗ്രഹം കാണും, അവർക്കൊരു ദൈവാലോചന കേൾക്കണം എന്ന് ആഗ്രഹം കാണും. അപ്പൊ ആ ദൈവാലോചനയുടെ പേരിലും ദൂതിന്റെ പേരിലുമാണ് ഇത് വെളിപ്പെടുന്നത്. ഞങ്ങളുടെ കയ്യിൽ ദൂതുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ ദൈവാലോചന പറയാം. അപ്പൊ ഈ പുതിയ വിശ്വാസിക്ക് ഡിസേൺമെന്റിന്റെ സ്പിരിറ്റ് ഇല്ലാത്തത് കൊണ്ടും അവർക്കൊരു താൽക്കാലിക ആവശ്യം വേണ്ടതുകൊണ്ടും പെട്ടെന്ന് ഇതിനാൽ പിടിക്കപ്പെടും. എനിക്കറിയാം, ഒത്തിരി പേരെ എനിക്കറിയാം. ഇതുപോലെ തന്നെ കൺട്രോളിങ് നേച്ചർ ഉള്ളത് വർഷങ്ങളായിട്ട് വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്ത് ആ ഒരു മനോഭാവത്തിലായി പോയിട്ടുള്ള വ്യക്തികൾക്കും ഇതില് അതുപോലെ അത് മാത്രമല്ല വിനിത, നല്ലതാണെന്ന് വിചാരിക്കുക, എന്നെ നല്ലതിലേക്ക് നയിക്കുകയല്ലേ എന്ന് വിചാരിച്ച്. അതുപോലെ വേറൊരു വിഷയമുള്ളത്, ചർച്ച് മിനിസ്ട്രിക്കകത്ത് വരുമ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ലെന്നിരിക്കട്ടെ, ഞാൻ എല്ലാ നിലയിലും തകർന്നു വന്നിട്ട് എനിക്കൊരു പെട്ടെന്നൊരു കമ്മ്യൂണിറ്റി എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ അവരെ പെട്ടെന്ന് ഹോളി സ്പിരിറ്റിൽ അല്ലാതെ ഹ്യൂമൻലി ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു ഡിസീവിങ് സ്പിരിറ്റ് ഇതിനകത്ത് കയറും. ഈ 8ാമത്തെ ദിവസം നമ്മൾ മനഃപൂർവ്വമായി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചർച്ചകൾക്കകത്ത് ദുർനടപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ, ജെസബേൽ സ്പിരിറ്റുകൾ ഒരു വിധത്തിലും എൻട്രൽ ചെയ്യാതിരിക്കുവാൻ നമുക്ക് ആത്മാവിൽ മതിൽ കെട്ടാം. ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കുന്ന, പല ഗ്രൂപ്പുകളെ ഉണ്ടാക്കുന്ന ആ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാം. പ്രത്യേകിച്ച് ജെസബേൽ സ്പിരിറ്റിനെതിരെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കുടുംബമായി പ്രാർത്ഥിക്കുന്നു. ഇൻ ക്രൈസ്റ്റ് ഫാമിലിയിലോ ലോകത്തിൽ ഏതെങ്കിലും ഒരു സഭയിലോ അങ്ങനെ ഒരു ജെസബേൽ സ്പിരിറ്റ് നിന്ന് കളിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ എല്ലാ ചർച്ചിലും ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റിന്റെ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് എല്ലാ സഭകളും പോകട്ടെ. ദൈവസഭയ്ക്കെതിരെ പിശാചിന്റെ സ്ട്രാറ്റജികളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പൊളിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. സ്വർഗത്തിന്റെ എല്ലാ നിറവുകളിൽ നിന്നും ഈ ദിവസം നിങ്ങൾ ജീവിക്കട്ടെ. അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.